ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6000-ലധികം കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഉജ്ജീവനം പദ്ധതി ആരുടേതാണ്? ആൻസർ കുടുംബശ്രീ. ആൻസർ കുടുംബശ്രീയുടേതാണ് ഉജ്ജീവനം പദ്ധതി. 2. കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ. കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ ഏതാണ്? ആൻസർ സ്ത്രൈണം. കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം. 3. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കുന്ന ഉപഗ്രഹം ഏതാണ്? ആൻസർ വിസാറ്റ്. ആൻസർ വിസാറ്റ്. 4. ക്വസ്റ്റ്യൻ, എറണാകുളം ജില്ലയിലെ ഏത് വില്ലേജിൻ്റെ ഭാഗങ്ങൾ ഇടുക്കിയിൽ കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കിക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന റെക്കോർഡ് തിരികെ ലഭിച്ചത്? ആൻസർ കുട്ടമ്പുഴ. ആൻസർ കുട്ടമ്പുഴ. 5. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ. ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ. 6. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഡഫറിൻ പ്രഭു. ആൻസർ ഡഫറിൻ പ്രഭു. 7th ക്വസ്റ്റ്യൻ, ആരുടെ ആദ്യ ബംഗാളി നോവലാണ് ദുർഗേശ നന്ദിനി? ആരുടെ ആദ്യ ബംഗാളി നോവലാണ് ദുർഗേശ നന്ദിനി? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. 8. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ആൻസർ കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ. 9. സിംല ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സിംല ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആൻസർ ഇന്ദിരാഗാന്ധി. ആൻസർ ഇന്ദിരാഗാന്ധി. 10. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഇന്ദിരാഗാന്ധി. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 11. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഏതാണ്? ആൻസർ ഫിലിപ്പൈൻസ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യമാണ് ഫിലിപ്പൈൻസ്. 12. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ്? ആൻസർ അനുച്ഛേദം 32. ആൻസർ അനുച്ഛേദം 32. 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആൻസർ ഒരു തവണയാണ് ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. ഒരു തവണ. 14. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരെല്ലാമാണ്? എച്ച് സി മുഖർജി, രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ, വി ടി കൃഷ്ണമാചാരി. ആൻസർ 1 4. എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയുമാണ് ഉപാധ്യക്ഷന്മാർ. 15. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ആൻസർ അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത്. ആൻസർ അമേരിക്ക.
16. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു? ആൻസർ 15 വനിതാ അംഗങ്ങൾ. ആൻസർ 15. 17. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന രാജ്യം ഏത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ അമേരിക്ക. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. 18. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതെല്ലാമാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതെല്ലാമാണ്? ആൻസർ സിന്ധു, കാളി. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു, കാളി. 19. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ പശ്ചിമ ബംഗാളാണ്. ആൻസർ പശ്ചിമ ബംഗാൾ. 20. ലോകത്തിൻ്റെ കരഭാഗ വിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? ലോകത്തിൻ്റെ കരഭാഗ വിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? ആൻസർ 42-ൽ 1 ഭാഗം. ആൻസർ 42-ൽ 1 ഭാഗം. 21. ഏതു രാജ്യത്തെ സൈനിക അട്ടിമറി ശ്രമം തടയാൻ ഇന്ത്യൻ സൈന്യം 1988-ൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ കാക്ടസ്? ആൻസർ മാലിദ്വീപ്. ആൻസർ മാലിദ്വീപ്. 22. വടക്ക് കിഴക്കൻ മേഖലയെ ഇന്ത്യയുടെ പ്രധാന കരഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഏതു ഇടനാഴിയാണ് ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്നത്? ആൻസർ സിലിഗുരി. ആൻസർ സിലിഗുരി. 23. കേരളത്തിൻ്റെ തെക്കു വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ആൻസർ 4.5 ഡിഗ്രി. ആൻസർ 4.5 ഡിഗ്രി. 24. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്? ആൻസർ 25 അടി വരെ. ആൻസർ 25 അടി. 25-ാമത്തെ ക്വസ്റ്റ്യൻ. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ NH 766. ആൻസർ NH 766. 26. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏതാണ്? ആൻസർ പാലക്കാട് ജില്ല. ആൻസർ പാലക്കാട് ജില്ല. 27. ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 28. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്തെ ദ്വീപ് ഏതാണ്? അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്തെ ദ്വീപ് ഏതാണ്? ആൻസർ മൺട്രോ. ആൻസർ മൺട്രോ ദ്വീപ്. 29. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ പെരിയാർ. പെരിയാർ നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. 30. കേരളത്തിൽ സ്വാഭാവിക വനം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ സ്വാഭാവിക വനം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആൻസർ ആലപ്പുഴ ജില്ല. ആൻസർ ആലപ്പുഴ ജില്ല.
31. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? ആൻസർ സൈലന്റ് വാലി. ആൻസർ സൈലന്റ് വാലി. 32. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. 33. 1921 ഒന്നാമത്തെ സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? 1921 ഒന്നാമത്തെ സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഒറ്റപ്പാലത്താണ്. ആൻസർ ഒറ്റപ്പാലം. 34. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർന്ന സമരം ഏതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർന്ന സമരം ഏതാണ്? ആൻസർ പുന്നപ്ര വയലാർ സമരം. ആൻസർ പുന്നപ്ര വയലാർ സമരം. 35. ജാതിനാശിനി സഭ സ്ഥാപിച്ചതാരാണ്? ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ആനന്ദ തീർത്ഥ സ്വാമികൾ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥ സ്വാമികൾ. 36. കെ ടി ജാദവ് ഏതിനത്തിലാണ് ഒളിമ്പിക് മെഡൽ നേടിയത്? കെ ടി ജാദവ് ഏതിനത്തിലാണ് ഒളിമ്പിക് മെഡൽ നേടിയത്? ആൻസർ റെസ്ലിംഗ്. ആൻസർ റെസ്ലിംഗ്. 37. ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്? ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്? ആൻസർ വയനാട് ജില്ലയിൽ. ആൻസർ വയനാട് ജില്ല. 38. രക്തത്തിൽ എത്ര ശതമാനം രക്തകോശങ്ങൾ ഉണ്ട്? രക്തത്തിൽ എത്ര ശതമാനം രക്തകോശങ്ങൾ ഉണ്ട്? ആൻസർ 45%. ആൻസർ 45%. 39. അസ്ഥിയിലെ സൈനോവിയൽ ദ്രവത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ വൈറ്റമിൻ ഇ. ആൻസർ വൈറ്റമിൻ ഇ. 40. പ്രവർത്തനശേഷി കൂടിയ ലോഹവുമായി ആസിഡുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ ഹൈഡ്രജൻ വാതകം. ആൻസർ ഹൈഡ്രജൻ വാതകം.